എല്ലാ പ്രിയ സ്നേഹിതർക്കും ദ ഗ്ലീനിങ് മിനിസ്ട്രിയുടെ ഈ പുതിയ സന്ദേശത്തിലേക്ക് സ്വാഗതം. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാമെന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാമെന്തു ഭാഗ്യമുള്ളോ. കഴിഞ്ഞ സന്ദേശത്തിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസിയുടെ ജീവനാണെന്ന് നാം ചിന്തിച്ചു. ഇന്ന് 2-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസിയുടെ മാതൃകയാണ് എന്ന വിഷയം ചുരുക്കമായി ചിന്തിക്കാം. ആദ്യമായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഐക്യതയ്ക്കും സൗമ്യതയ്ക്കും വേണ്ടി ആഹ്വാനം ചെയ്ത ശേഷം യേശു ക്രിസ്തുവിനെ മാതൃകയായി കാണിക്കുന്നു. ക്രിസ്തുവിലുള്ള ഭാവം, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ഉണ്ടെങ്കിൽ ഐക്യതയും സൗമ്യതയും ഉണ്ടാകും. യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ 4 സുവിശേഷങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും ഉത്തമമായ മാതൃക യേശു ക്രിസ്തുവാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ കർത്താവ് എങ്ങനെയെല്ലാം മാതൃകയായിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തിലുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ക്രിസ്തുവിൻ്റെ മനോഭാവം മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്ന മനോഭാവമായിരുന്നു. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് കുരിശിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ മനോഭാവം താഴ്മയാണ്, വിനയമാണ്. അവിടുന്ന് തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമുക്ക് വേണ്ടി മരിക്കുവാൻ അവിടുന്ന് മനുഷ്യനായി ജനിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായിട്ട് തീർന്നു. നമ്മുടെ കർത്താവ് തന്നെ പറയുകയുണ്ടായി, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന്. മാളിക മുറിയിലെ ശുശ്രൂഷാവേളയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയ സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ മനോഭാവം യാഗമായി തീരുന്ന ത്യാഗപൂർണമായിട്ടുള്ള ഒരു മനോഭാവമാണ്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായി തൻ്റെ വിലയേറിയ രക്തം അവസാന തുള്ളി വരെയും
അവിടുന്ന് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു, തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് പറയുണ്ടായി, തൻ്റെ ജീവനെ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിപ്പാനും തനിക്ക് അധികാരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:18 നാം അത് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ താഴ്ചയുടെ 7 പടികൾ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ മനോഭാവം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശുക്രിസ്തുവിൻ്റെ താഴ്ചയുടെയും ഉയർച്ചയുടെയും ഏക ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു. യേശു കർത്താവ് നമ്മുടെ നല്ല മാതൃകയാണ്. അവിടുന്ന് പാപം വഴിയെ സർവത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശന്നിട്ടുണ്ട്, ദാഹിച്ചിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമുക്ക് പകരമായിരുന്നു. നിങ്ങളും ഞാനും അനുഭവിക്കേണ്ടിയിരുന്ന നരകശിക്ഷകൾ അവിടുന്ന് സഹിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ജീവിതം അത് നശ്വരമായ ഒരു ജീവിതമാണ്. ക്രിസ്തുവില്ലാത്ത ജീവിതം നിരാശയുടെ ജീവിതമാണ്. നിത്യശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതമാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിച്ചതിന് നിങ്ങൾക്ക് വളരെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.